ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ്റ്റോ മുട്ടയോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ 2 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പഫി ആയിട്ടുള്ള ബട്ടൂര. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ബട്ടൂര തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കിതിന് വേണ്ട ഡോ കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ വയ്ക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ലെവൽ ചെയ്തെടുത്തിട്ടുള്ള 2 കപ്പ് മൈദ. 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഏകദേശം 250 ഗ്രാം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ബട്ടൂര ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 2 നുള്ള് സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം നമുക്കൊരു 1 ടീസ്പൂണോളം ഉപ്പ് ആവശ്യമായിട്ട് വരും. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചു ചേർക്കാം. എന്തെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചു ചേർക്കുന്നത്. ഇനി ബട്ടൂര നല്ല ക്രിസ്പിയും അതുപോലെ നല്ല പഫായിട്ട് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പോളം റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോയ്ക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈര് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് കട്ട ഉടച്ചെടുക്കണം. അപ്പോൾ കട്ട ഉടച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊരു ക്രീമി ആവുന്ന പരുവം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ഈ തൈരും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബട്ടൂര നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുതൽ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം. 1/2 ടേബിൾ സ്പൂണിൽ കൂടുതൽ പഞ്ചസാര ചേർക്കരുത്. നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ബ്രൗൺ ആയിപ്പോവും. അതുകൊണ്ട് 1 ടീസ്പൂൺ മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ ഒരു ഡോ കുഴച്ചെടുക്കണം. ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. നോർമൽ ടാപ്പ് വാട്ടറാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന റവ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഡോ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആവും. അതുകൊണ്ട് നമുക്കിതൊരു ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഈ ഡോ ആദ്യം കുറച്ച് സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ വീണ്ടും കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ഡാൽഡയോ ഇഷ്ടമുള്ളത് ചേർക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. റവ ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഈ ഡോ കുറച്ചുകൂടി ഒന്ന് കട്ടി വയ്ക്കും. ഇപ്പോൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വീണ്ടും കുഴച്ചെടുക്കാം. ഇത് ബട്ടൂര വളരെ സോഫ്റ്റ് ആവുന്നതിനായിട്ടാണ് നമ്മൾ വീണ്ടും കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഡോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴായിരിക്കും ബട്ടൂര നല്ല സോഫ്റ്റും നല്ല പഫി ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ട ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ചോലെ തയ്യാറാക്കാം. അത് കസൂരി മേത്തിയും നെയ്യും അതുപോലെ ജീരകത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ബട്ടൂരയുടെ ഡോ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ബട്ടൂരയ്ക്ക് വേണ്ട ഡോ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഇതിൽ നിന്നും നമുക്ക് ഓരോ ബോളാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബോളും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഏകദേശം 6 മുതൽ 7 ബട്ടൂരയ്ക്ക് വേണ്ട ബോളായിരിക്കും കിട്ടുന്നത്. ഇനി സാധാരണ നമ്മൾ പൂരി പരത്തിയെടുക്കുന്ന അതേപോലെ പരത്തിയെടുക്കാം.
കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ റോളിംഗ് പിന്നും എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ബട്ടൂര പരത്തിയെടുക്കാം. അതിനായിട്ട് റോളിംഗ് പിന്നിലും അതുപോലെ ബോർഡിലും നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ബട്ടൂര ഒന്നുകിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിലും പരത്തിയെടുക്കാം. അപ്പം അതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ ബട്ടൂരയ്ക്ക് വേണ്ട തിക്നെസ്സും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും പരത്തിയെടുക്കാം. ഓരോ ബട്ടൂര റോൾ ചെയ്തെടുക്കുന്നതിനനുസരിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പഫായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്നതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ബട്ടൂര ഇവിടെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടൂര ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഫ്രൈയിങ് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർക്കാം. ഇവിടെ ഞാൻ പീനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ബട്ടൂര പീനട്ട് ഓയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പീനട്ട് ഓയിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ബട്ടൂരയായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും ബട്ടൂര നന്നായിട്ട് പഫായിട്ട് കിട്ടുന്നത്. അതുപോലെ ബട്ടൂര ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാനിൻ്റെ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ ഓരോ ബട്ടൂര ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് ഈ ഒരു ബട്ടൂര നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ എടുക്കും ഓരോ ബട്ടൂരയും ഫ്രൈ ആയിട്ട് കിട്ടുന്നതിനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അടുത്ത ബട്ടൂര റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. വളരെ പഫി ആയിട്ടുള്ളൊരു ബട്ടൂരയാണ്. ഈ ബട്ടൂര നമുക്ക് തണുത്ത് കഴിഞ്ഞാലും ഈ ഒരു പഫിനെസ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബട്ടൂരയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ബട്ടൂര ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ പഫായിട്ട് കിട്ടും. ഓയിൽ ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ആയിട്ട് എല്ലാ സ്ഥലവും ഒരേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് വളരെ ക്രിസ്പി ആയിട്ടായിരിക്കും ഈ ഒരു ബട്ടൂര ഇരിക്കുന്നത്. അതുപോലെ ഉൾവശം വളരെ സോഫ്റ്റും ആയിരിക്കും. ബട്ടൂരയുടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോലയാണ്. നെയ്യുടെയും അതുപോലെ ജീരകത്തിൻ്റെയും കസൂരി മേത്തിയുടെ ഒക്കെ ഫ്ലേവറിലുള്ള ഒരു മസാല. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഒരു ബ്രെഡിൻ്റെ ടെക്സ്ചറാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പഫി ആയിട്ട് നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും എണ്ണ കുടിക്കാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടൂരയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.